ഗസയിലെ ക്രൂരതക്കെതിരെ ഒടുവിൽ ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷനും രംഗത്ത്. ഇത് മെഡിക്കൽ എത്തിക്സിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനം. രാജ്യാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തുരത്തിയോടിച്ച് ഇറാൻ. ഇന്ന് കർക്കടക വാവ് ബലി. പുലർച്ചെ 5ഓടെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. മകനും മരുമകളും വീട് പൂട്ടിപ്പോയി. പിതാവിന്റെ മൃതദേഹം മുറ്റത്ത് കിടത്തി. യാത്രയാക്കാൻ അനാഥാലയത്തിൽ നിന്നെത്തി ഭാര്യ. രാഹുലിനെ വിമർശിക്കേണ്ടത് ഇപ്പോൾ തന്റെ ചുമതലയല്ല. 2024 തനിക്കെതിരെ മത്സരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ തോൽക്കുമായിരുന്നുവെന്ന് സ്മൃതി ഇറാനി. ബാലികയെ പിന്തുടർന്നെത്തി വായി മൂടിക്കെട്ടി ലൈംഗികമായി പീഡിപ്പിച്ചു. പോപ്കോൺ വിൽപ്പന നടത്തുന്ന യുവാവ് കസ്റ്റഡി. തുർക്കിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമായില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ കരാറില്ല. ഇന്നൊറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 8 ജില്ലയിൽ യെല്ലോ അലർട്ട്. 25, 26, 27 തീയതികളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്.